അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഉടുത്തേ ഉടുത്തേ ഗാത്തേ ഗാത്തേ നന്നെ നന്നെ പഞ്ചി ഹേ. അവിടുന്നാണ് നമുക്ക് എടുക്കാനുള്ളത്. ഉടിന എന്ന് പറഞ്ഞാൽ പറക്കുക, ഗാന എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക, നന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ, പഞ്ചി എന്ന് പറഞ്ഞാൽ പക്ഷികൾ. അപ്പോൾ അതിൻ്റെ നെസ്ർ ഇങ്ങനെയാണ്: പഞ്ചി ഉടുത്തേ ഗാത്തേ അല്ല നന്നെ നന്നെ പഞ്ചി, ചെറിയ പക്ഷികൾ, ഉടുത്തെ അവർ പറക്കുന്നു, ഓർ ഗാത്തേ ഹേ അവർ പാട്ട് പാടുന്നു. ഓക്കെ, നന്നെ നന്നെ പഞ്ചി ഉടുത്തെ ഓർ ഗാത്തേ ഹേ, ചെറിയ ചെറിയ പക്ഷികൾ പറക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നു. ജാതി ജാതി ഹടുത്തി ഹടുത്തി ഗടുത്തി ഗടുത്തി നദ്ദി ഹേ. ജാതി പറഞ്ഞാൽ പോവുക, ജാനൻ്റെ ജാതി പോവുക, ഹടുത്തി മടങ്ങി വരിക, കഠിന എന്ന് പറഞ്ഞാൽ താണ്ടിക്കടക്കുക, നദി നദി തന്നെ, നദി എന്നും പറയും, നദി എന്നും ശ്രദ്ധയില്ലാതെയും പറയും. അപ്പോൾ അതിൻ്റെ നെസ്ർ നദി ജാതി ഹടുത്തി ഓർ ഗടുത്തി ഹേ. നദി ജാതി അത് പോകുന്നു, ഹടുത്തി അത് മടങ്ങി വരുന്നു, ഓർ ഗടുത്തി ഹേ അത് താണ്ടിക്കടക്കുന്നു. ഓക്കെ, അടുത്തത് നീച്ചെ നീച്ചെ പ്യാരെ പ്യാരെ നാരെ നാരെ പൗദേ ഹേ. അതിൻ്റെ നെസ്ർ നീച്ചെ നീച്ചെ പൗദ, താഴെയുള്ള ചെടികൾ, പൗദ എന്ന് പറഞ്ഞാൽ ചെടികൾ, പ്യാരെ പ്യാരെ അത് പ്രിയപ്പെട്ടതും, നാരെ നാരെ ഹേ അത് വിചിത്രവുമാകുന്നു. നാര എന്ന് പറഞ്ഞാൽ വിചിത്രമായ, നോട്ട് ചെയ്യുക, നാര വിചിത്രമായ. അടുത്ത വരി പത്തിലി പത്തിലി ചോട്ടി ചോട്ടി ലംബി ലംബി ഷാഹേ ഹേം. അതിൻ്റെ നെസ്ർ ഷാഹേം. ഷാഹേം എന്ന് പറഞ്ഞാൽ മരക്കൊമ്പ്, മരക്കൊമ്പ്, പത്തിലി അത് മെലിഞ്ഞതും, ചോട്ടി അത് ചെറിയതും, ലംബി ഹേ നീളമുള്ളതുമാകുന്നു. അപ്പം അങ്ങനെ ഷാഹേം, പത്തിലി, ചോട്ടി ഓ ലംബി ഹേ. ഓക്കെ, അടുത്തത് ഐസെ ഐസെ വൈസെ വൈസെ കൈസെ കൈസെ പത്തേ ഹേ. അതിൻ്റെ നെസ്ർ പത്ത് ഇലകൾ, ഐസെ 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 അങ്ങനെയുള്ളതും, വൈസെ ഇങ്ങനെയുള്ളതും, കൈസേ ഹേ പലതരത്തിലും ഉള്ളതുമാകുന്നു. കൈസെ കൈസെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുമുള്ള. അപ്പോൾ പത്ത് ഇലകൾ, ഐസെ ഐസെ അങ്ങനെയുള്ളതും, വൈസെ വൈസെ ഇങ്ങനെയുള്ളതും, ഓർ കൈസെ കൈസേ ഹേ പലതരത്തിലും ഉള്ളതുമാകുന്നു. അടുത്തത് സൂക്കെ സൂക്കെ ഫീക്കെ ഫീക്കെ ദുബ്ലെ ദുബ്ലെ ടണ്ടൽ ഹേ. അതിൻ്റെ നെസ്ർ ഇങ്ങനെ ടണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ തണ്ടിനെ പറയാം, ടണ്ടൽ ചെടിയുടെ തണ്ട്. സൂക്കെ അത് ഉണങ്ങിയതും, ഫീക്കെ അത് മങ്ങിയതും, ഓർ ദുബിലേഹേ അത് മെലിഞ്ഞതുമാകുന്നു. ടണ്ടൽ നെസ്ർ ശ്രദ്ധിക്കുക, ടണ്ടൽ സൂക്കെ ഫീക്കെ ഓർ ദുബിലേഹേ, ചെടിയുടെ തണ്ട് ഉണങ്ങിയതും, സൂക്കെ ഉണങ്ങിയതും, ഫീക്കെ മങ്ങിയതും, ഓർ ദുബിലേഹേ മെലിഞ്ഞതുമാകുന്നു. ബിക്കസെ ബിക്കസെ നിക്കരെ നിക്കരെ മഹക്കെ മഹക്കെ ഒഞ്ചേ ഹേ. ബിക്കസെ ബിക്കസെ നിക്കരെ നിക്കരെ മഹക്കെ മഹക്കെ ഒഞ്ചേ ഹേ. ബിക്കസിന എന്ന് പറഞ്ഞാൽ വിടരുക, ബിക്കസിന എന്ന് പറഞ്ഞാൽ വിടരുക. നിക്കർന എന്ന് പറഞ്ഞാൽ ശോഭിക്കുക. മഹക്കിന എന്ന് പറഞ്ഞാൽ വാസനിക്കുക. ഒഞ്ച എന്ന് പറഞ്ഞാൽ പൂമുട്ട്. അപ്പോൾ ഒഞ്ചെ പൂമുട്ട്, ബിക്കസെ അത് വിരിഞ്ഞിട്ടുണ്ട്, അതുപോലെ നിക്കരെ അത് ശോഭിക്കുന്നുണ്ട്, അതുപോലെ മഹത്തെ ഓർ മഹത്തേഹെ ഓർ മഹക്കേഹെ അത് വാസനിക്കുന്നുമുണ്ട്. ഒഞ്ചെ ബിക്കസെ നിക്കരെ ഓർ മഹക്കേഹെ മഹക്കിനെ വാസനിക്കുക, നിക്കര എന്ന് പറഞ്ഞാൽ ശോഭിക്കുക. അടുത്ത വരി, ലാസ്റ്റ് വരി കേട്ടോ. ബീനി ബീനി മീട്ടി മീട്ടി ഉടുത്തി ഉടുത്തി ഖുഷ്ബു ഹേ. ഖുഷ്ബു എന്ന് പറഞ്ഞാൽ സുഗന്ധം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബദ്ബു. ബദ്ബു എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. അപ്പോൾ ഖുഷ്ബു ദുർഗന്ധം. ബീനി ബീനി മീട്ടി മീട്ടി ഒക്കെ പറഞ്ഞാൽ രണ്ടിനും മധുരമുള്ള അർത്ഥമുണ്ട്. ബീനിക്കും മധുരമുള്ള എന്നർത്ഥമുണ്ട്, മീട്ടിക്കും മധുരമുള്ള എന്നർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ മീട്ടിക്ക് മധുരമുള്ള എന്ന അർത്ഥം ഉള്ളത് കൊണ്ട് ഇവിടെ ബീനിക്ക് നമുക്ക് നേരിയ എന്ന് കൊടുക്കാം.
നേരിയ. അപ്പോൾ ഖുശ്ബു സുഗന്ധം, ബീനി അതെന്താണ് നേരിയതും, ഓർ മീട്ടി ഹേ മധുരമുള്ളതുമാകുന്നു. അല്ല, ഖുശ്ബു സുഗന്ധം, ബീനി അങ്ങനെ വെച്ചാൽ മതി. ബീനി മീട്ടി ഖുശ്ബു നേരിയതും മധുരമുള്ളതുമായ സുഗന്ധം, ഉടുത്തി ഹേ അത് ഉയരുന്നു. നേരെ നമ്മൾ പറഞ്ഞു ഉടിന എന്ന് പറഞ്ഞാൽ പറക്കുക, ഉയരുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഖുശ്ബു സുഗന്ധം, അല്ല ബീനി മീട്ടി ഖുശ്ബു നേരിയതും മധുരമുള്ളതുമായ സുഗന്ധം, ഉടുത്തി ഹേ അത് ഉയരുന്നു. ഒന്ന് മാടി, ബീനി മീട്ടി ഖുശ്ബു ഉടുത്തി ഹേ. ഉടുത്തി ഹേ നെസ്ർ രണ്ട് പ്രാവശ്യം പറയേണ്ട. ബീനി മീട്ടി ഖുശ്ബു ഉടുത്തി ഹേ അതാണ് അതിൻ്റെ നെസ്ർ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ കവിതയും നമ്മളത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കവിത എഴുതിയത് മീറാജി യൂസുഫ് ലൊഫർ എന്ന് പറയുന്ന ഒരു പോയറ്റാണ്, കവിയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് തീർക്കണം. അതിന് ശേഷം നമുക്ക് നമ്മളെ ഗ്രാമറിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പാഠം, 10ാമത്തെ അധ്യായം, 10ാമത്തെ ലെസൺ. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഗ്രാമറിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കേണ്ടതുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.